എന്ന് പറഞ്ഞാൽ അടിപൊളി. ഹായ് നമസ്കാരം, വ്ളോഗേട്ടനാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ പീച്ചിയുടെ അടുത്തുള്ളൊരു സ്ഥലത്താണ്. ഇവിടെ ഒരു അടിപൊളി ഒരു വെള്ളച്ചാട്ടം ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ അത് കാണാനുള്ളൊരു പുറപ്പാടിലാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പീച്ചി ഡാമിലേക്ക് പോകുന്ന വഴി നമ്മൾ മെയിൻ റോട്ടിൽ കൂടെ വന്നിട്ട് അവിടെ KFR ഉണ്ട്, വനഗവേഷണ കേന്ദ്രം. അതെത്തുന്നതിന് മുമ്പ് ഒരു കനാൽ കാണാം. ഇത് കണ്ടോ, ഈ ഒരു കനാൽ, ഈ കനാലിൻ്റെ സൈഡിൽ കൂടെ ഒരു റോഡ് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ആ റോട്ടിൽ കൂടെ നമ്മളിങ്ങോട്ട് തിരിയണം. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് വഴിയൊന്നും അറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് പോണത്. അപ്പോൾ അവിടെ ചോദിച്ചു, അവിടെ ഇരിക്കുന്ന ചേട്ടന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ വഴിയാണെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ നിന്ന് എന്തോ ഒരു ട്വിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു വഴി, അതറിയില്ല. എന്തായാലും പോയി നോക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് പോകുന്ന വഴിയുള്ള കാഴ്ചകളും കാണിക്കാം, അവിടെ പോയിട്ടുള്ള കാഴ്ചകളും കാണിക്കാം. അപ്പോൾ നേരെ പോവാം. ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന സഖാവ് രേഷ്മ സജീഷിനെയും ചുറ്റിക അരിവാൾ നക്ഷത്രമടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കണം. അപ്പോൾ ഇവിടെ നിന്ന് റോഡ് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇവിടെ വരെ വന്നിട്ട് ഒരു റോഡ് അങ്ങോട്ട് പോകുന്നുണ്ട്, ഒരു ചെറിയൊരു ചരലിട്ട റോഡ്. പിന്നെ ഒരു റോഡ്, ടാറിട്ട റോഡ് ഇവിടെ താഴേക്ക് ഇറങ്ങുന്നുണ്ട്. ഏത് വഴിയാണെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഇവിടെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം, എന്നിട്ട് ആ വഴിക്ക് അങ്ങ് വിടാം. ഗൂഗിൾ മാപ്പൊന്നും ഇല്ല, ഗൂഗിൾ മാപ്പിലൊന്നും കിട്ടുന്നില്ല കേട്ടോ, ലൊക്കേഷൻ കിട്ടുന്നില്ല ഗൂഗിൾ മാപ്പിലൊന്നും. ആ ഓക്കെ. അപ്പോൾ ഈ വഴിയാണെന്ന് പറഞ്ഞത്, ഈ താഴേക്കുള്ള വഴിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ വഴി അങ്ങോട്ട് തിരിയാം, എന്നിട്ട് നോക്കാം. ഒരപ്പങ്ങോട്ട് അങ്ങോട്ട് മുകളിലേക്കാണോ? ഇവിടെ ഇറങ്ങിയിട്ട് ലെഫ്റ്റ് അല്ലേ? വഴി കറക്റ്റ് അറിയൊന്നുമില്ല, എന്നാലും ഇങ്ങനെ വന്നു കേട്ടോ. ഈ വഴി ഇങ്ങോട്ട് തിരിഞ്ഞു, അവിടെ ആരും കണ്ടില്ല, ചോദിക്കാനൊന്നും ആരും കണ്ടില്ല. ഈ വഴിയാണെന്ന് വിചാരിക്കാം. അതിലങ്ങോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ മൊത്തം ഒരു റബ്ബറും കാടൊക്കെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇനി ടാറിട്ട റോഡില്ല, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഇറക്കം, അങ്ങോട്ടൊരു മണ്ണ് വഴിയാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും ആ വഴിക്ക് നമുക്ക് വിട്ടു നോക്കാം, അതായിരിക്കുന്നു വിചാരിക്കണു. ഇതിപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊരു പിടിയില്ല. അതാ ഈ വഴി ഇങ്ങോട്ട് പോന്നു, ഒരു വഴി അങ്ങോട്ട് പോന്നു. അവിടെ നിന്നാണ് നമ്മൾ വന്നത്, അവിടെ ഒരു വീടുണ്ട്. അവിടെ ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ ഒന്ന് ചോദിക്കായിരുന്നു. ഈ വഴിയിലൊന്നും ഒരു മനുഷ്യനെയും കാണുന്നില്ല, ഫുള്ള് കാടാണ്. കാട് എന്ന് പറഞ്ഞാൽ റബ്ബറിൻ്റെ കാടാണ്. എന്നാലും ഒരു രക്ഷയില്ല, ഒന്നും ഒരു പിടിയില്ല, എങ്ങോട്ട് പോകണം ഒന്നൊരു പിടിയില്ല. നമ്മുടെ ഈ വണ്ടിയിലാണ് നമ്മൾ വന്നത്. ശരിക്കും പെരുവഴിയിലായൊരവസ്ഥ. മൊബൈലിനാണെങ്കിൽ റേഞ്ചും ഇല്ല. അടിപൊളി. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. ഈ വഴിക്ക് പോയി നോക്കാം. വണ്ടിയിൽ പെട്രോളൊക്കെ അത്യാവശ്യം ഉണ്ട്, നല്ല പഞ്ചറും കിട്ടാതിരുന്നാൽ മതി. ടെസ്റ്റ് അപ്പോൾ സംഭവം ലൊക്കേഷൻ ഇവിടെ തന്നെയാണ്. ഈ വീട്ടിൽ ചോദിച്ചു, ഈ വീട്ടിലെ ചേച്ചിയോട് ചോദിച്ചപ്പോൾ ഇത് തന്നെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് നോക്കാം, വണ്ടി അവിടെ വയ്ക്കാം. വണ്ടി അവിടെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് നടക്കാം, എന്നിട്ട് കാഴ്ചകൾ കാണാം.
അപ്പോൾ ഇതാണ് നമ്മൾ വന്ന വഴി, നമുക്ക് പോകേണ്ട വഴി അത്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നു പോകണം. അപ്പോൾ നമുക്ക് എന്തായാലും ആ വഴി കൂടെ നടക്കാം. കുറച്ച് ദൂരമുള്ള ഇവിടെ നിന്നൊക്കെ കാണാം, പാറ കാണാം, വെള്ളം വീഴുന്നൊക്കെ കാണുന്നുണ്ട്. എന്തായാലും അവിടെ നടന്നു നോക്കാം. അല്ല, ഈ വീട്ടിലാണ് നമ്മൾ ചോദിച്ചത്, ആ വീട്ടിലെ ചേച്ചിയോടെ ചോദിച്ചത്. അപ്പോൾ ഇവിടെ ആണെന്ന് പറഞ്ഞു. വെള്ളം ഒഴുകുന്നതാണല്ലോ ഈ പാലത്തിന് കൂടെയൊക്കെ. ഇവിടെ ഉണ്ടല്ലോ ഒരു വെള്ളച്ചാട്ടം. ഇവരുടെ വീടിൻ്റെ പുറകിൽ തന്നെ ഒരു വെള്ളച്ചാട്ടം കേട്ടോ. അടിപൊളി. ഇത് കണ്ടോ, അവരുടെ ആ വീടിൻ്റെ പുറകിൽ തന്നെ ഒരു വെള്ളച്ചാട്ടമാണ്, ചെറിയൊരു വെള്ളച്ചാട്ടം. നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. ആ പാറയടിക്ക് ഇവിടെ ഒഴുകി വന്നിട്ട് ഇങ്ങോട്ട് ചാടിയിട്ട് അങ്ങോട്ട് ഒഴുകി പോണു വെള്ളം. നല്ല രസമുള്ളൊരു സംഭവം. അപ്പോൾ ഇവിടെ നല്ല എയിമുള്ളൊരു സ്ഥലമാണ്, നമുക്ക് അങ്ങോട്ട് നടക്കാം. ഇവിടെ ഒരു പാലം ഉണ്ട് കേട്ടോ, ഉണ്ടോ? പഴകി ദ്രവിച്ചിട്ടുള്ളൊരു പാലം, തെങ്ങോണ്ടുണ്ടാക്കിയിട്ടുള്ള പാലാണ്. നടക്കുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ അതിൻ്റെ അടിയിലേക്ക് പോകും. കുഴപ്പമില്ല, ഉറപ്പുണ്ട്, വലിയ കുഴപ്പമില്ല. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നുള്ളൂ. വണ്ടിയൊന്നും കൊണ്ടുവരരുത് കേട്ടോ ഇതിലെ, ദയവ് ചെയ്ത് ബൈക്കൊന്നും ഇതിലെ കൊണ്ടുവരാൻ ട്രൈ ചെയ്യരുത്. ഈ പാലൊക്കെ തകർന്ന് അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ. കാരണം ഇവരൊക്കെ നടക്കുന്ന പാലാണ്, ഇവിടെയൊക്കെ വീടൊക്കെ ഉണ്ട് കണ്ടോ. ഈ വീട്ടുകാരൊക്കെ ഉപയോഗിക്കുന്ന പാലാണ്. നമ്മളൊരു രസത്തിന് വേണ്ടി ബുള്ളറ്റൊക്കെ കൊണ്ടുവന്ന് കയറ്റിയിട്ട് ചിലപ്പോൾ പണി കിട്ടും. അവിടെയാണ് കേട്ടോ ഈ സംഭവം. ഇവിടെ നിന്ന് കാണാം, അങ്ങോട്ട് എങ്ങനെ പോകണമെന്ന് അറിയില്ല, പോയി നോക്കാം. വല്ലാത്തൊരു ഫീൽ ഇട്ടാ കാട്ടി ഇവിടെ നടക്കണത്. ആരും ഇല്ല, ഇവിടെ ഒന്നും ഒരൊറ്റ മനുഷ്യയില്ലല്ലോ. ഇതന്നെയാണോ വഴി? എന്തായാലും പടക്കന്നെ, ഒന്നും നോക്കാനില്ല. ചെറിയൊരു വഴിയാണ്. ഇവിടെ ഇടിഞ്ഞ് പൊട്ടിയിട്ട് വെള്ളച്ചാട്ടമല്ല കേട്ടോ, ഈ കല്ല് കുറച്ച് പൊട്ടിയിട്ട് വെള്ളം ഒഴുകണതാ. അന്ന് വെള്ളം ഒഴുകിയിട്ട് ഇങ്ങനെ തന്നെ ഇതിലൊക്കെ നടക്കണം, ചാടി കിടക്കണം. പാറയിടുക്കുകളെത്തി. അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം കേട്ടോ. നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. വാവ്, സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ കണ്ടോ, ഇവിടെ നിന്നൊക്കെ ഒരു ഒറ്റ താഴ്ചയാണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ രസമില്ല, ഫുള്ള് പാറക്കെട്ടാണ്. അതിൻ്റെ സൈഡിൽ കൂടെയാണ് ഈ വഴി ഇങ്ങനെ പോണത്. നോക്കി, വഴി ഇങ്ങനെ പോണതുണ്ടോ? ഇതിൻ്റെയൊക്കെ സൈഡിലൊക്കെ പാറക്കെട്ടാ. ആ പാറക്കെട്ടൊക്കെ കണ്ടോ, അവിടെയൊക്കെ കണ്ടോ ആ പാറക്കെട്ട്. അതിനാണ് ഈ വെള്ളച്ചാട്ടം വരുന്നത്. അതിന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലൊരു വഴി പോകേണ്ടത് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഇതാണ് കേട്ടോ, ഇതിലിറങ്ങണം. ഓക്കെ, കണ്ടല്ലോ വഴി. ഇതിലേ ഇങ്ങനെ ഇറങ്ങി പോകണം. ഇച്ചിരി പാടാണ്. എന്താ സ്റ്റൈലും നോക്കി, ഒടുക്കത്തെ ബ്യൂട്ടിട്ടാ. അങ്ങനെ സ്ഥലം ഇവിടെ ഉള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് വേണം മഴക്കാലത്തൊക്കെ ഇവിടെ അതിലും കൂടുതൽ വെള്ളം ഉണ്ടാവും. കാരണം അടയാളങ്ങളൊക്കെ കണ്ടോ, വെള്ളത്തിൻ്റെ അടയാളങ്ങൾ ആ പാറയിലൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇറങ്ങി പാറ. അടിപൊളി ലൊക്കേഷൻ ആട്ടോ, അടിപൊളി, ഒന്നും പറയാനില്ല. കിടുക്കാച്ചി ലൊക്കേഷൻ. എൻ്റെ അമ്മേ,
അടിപൊളി അടിപൊളി. സൂപ്പർ അടിപൊളി. ഇതാ അവിടെ കണ്ടതിനേക്കാളും മനോഹരമായിട്ടുള്ള കാഴ്ച ഇവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്ത് നമുക്ക് വരാം. അതാ ഇവിടെ വേണമെങ്കിൽ ഇറങ്ങാം. പിന്നെ റിസ്ക് എടുക്കുന്നില്ല, അധികം ആളൊന്നും കാണുന്നില്ല കേട്ടോ. വേണമെങ്കിൽ ഇറങ്ങാം, അവിടെ കുളിക്കുകയൊക്കെ ചെയ്യാൻ വേണമെങ്കിൽ. എത്ര ആളുണ്ട് എന്നുള്ളത് നമുക്ക് കാണുന്നുണ്ട്, ആളൊന്നും കാണുന്നില്ല അധികം. വേണമെങ്കിൽ നമുക്ക് ഇറങ്ങാം. ഇവിടുത്തെ പാറയെടുക്കുകളൊക്കെ കണ്ടോ, എന്ത് രസമായിട്ടുള്ള നോക്കിയാൽ പാറയെടുക്കുകൾ. അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ കയറി ഇരിക്കുകയൊക്കെ ചെയ്യാൻ തോന്നുന്നുണ്ട് കേട്ടോ. ഉണ്ടോ, അടിപൊളി പാറയെടുക്കുകൾ. വേഴാമ്പലിൻ്റെ കരച്ചിലാന്ന് തോന്നുന്നു കേൾക്കണത്. ഇവിടുന്ന് അധികം ആഴില്ല കേട്ടോ. പാറയെടുക്കുകളൊക്കെ ഉണ്ടോ, അവിടേക്ക് നമുക്ക് പോകാൻ പറ്റും. ഇവിടുന്ന് ഒഴുകി വന്നിട്ടാണ് അങ്ങോട്ട് ചാടുന്നത് വെള്ളം. അവിടുത്തെ വേറൊരു പാറ. എന്തായാലും ചെരുപ്പ് ഇവിടെ ഇരിക്കട്ടെ, അങ്ങോട്ടൊന്ന് നടന്നു നോക്കാം. വഴുക്കറൊന്നുമില്ല പാറയിൽ. അവിടെ വെള്ളത്തിൽ ഇറങ്ങാതിരിക്കാൻ നല്ലത് കേട്ടോ അവിടെ. കാരണം പാറയിൽ നല്ല വഴുക്കലുണ്ട്. മറ്റേ പൂപ്പൽ പിടിച്ചിട്ട് എന്താ പറയുക, ചവിട്ടുമ്പോൾ നന്നായിട്ട് വഴുക്കുന്നുണ്ട്. ചിലപ്പോൾ വഴുക്കി വീഴാനുള്ള ചാൻസ് ഉണ്ട്. പാറയിലൊക്കെ നമ്മൾ നടുപിടിച്ച് വീണ് കഴിഞ്ഞാൽ പറയണ്ടല്ലോ. അതുകൊണ്ട് മാക്സിമം അവിടെ ഇറങ്ങാതിരിക്കുകയാണ് നല്ലത്. വെള്ളം വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ വെള്ളത്തിന്. പിന്നെ ഉച്ചയായി, ഇപ്പോൾ സമയം ഉച്ചയല്ല, മോർണിംഗ് ടൈം കഴിഞ്ഞു എന്തായാലും. അപ്പോൾ അത്രയും തണുപ്പ് ഈ സമയത്ത് ഉണ്ടാവില്ല. രാവിലെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നല്ല തണുപ്പുണ്ടാവും വെള്ളത്തിന്. കണ്ടത് അതിമനോഹരം, കാണാത്തത് അതിലും മനോഹരം എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടുത്തെ അവസ്ഥ. ഓരോ ഏരിയയിൽ പോകുമ്പോഴും നേരത്തെ കണ്ടതിനേക്കാളും സുന്ദരവും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് നീങ്ങാം. എനിക്ക് അപ്പുറത്തേക്കൊന്ന് പോകണമെന്നുണ്ട്. കണ്ടോ ആ പാറയുടെ അപ്പുറത്തേക്കൊന്ന് പോകണമെന്നുണ്ട്. പക്ഷേ റിസ്ക് ആകുമോ എന്നൊരു ഡൗട്ട് ഉള്ളതുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ കുറച്ച് സ്ലിപ്പാവുന്നുണ്ട്, കാല് സ്ലിപ്പാവുന്നുണ്ട് ഈ പാറയിൽ. ഇവിടെ മണലധികമില്ല, അവിടെയൊക്കെ കുറച്ച് മണലുണ്ട്. ചവിട്ടുമ്പോൾ കുറച്ച് മണലുള്ളതുകൊണ്ട് സ്ലിപ്പാവുന്നില്ല. പക്ഷേ ഇവിടെ നന്നായിട്ട് ചവിട്ടുമ്പോൾ സ്ലിപ്പായി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു പേടി. അങ്ങനെ ഇപ്പുറത്ത് പാറപ്പുറത്ത് എത്തിയിട്ടാ. ഇത് കുറച്ച് സാഹസികമായിരുന്നു. എന്ത് ബ്യൂട്ടിയാന്ന് നോക്കി അവിടെ നോക്കുമ്പോൾ കണ്ടോ, ഈ പാറപ്പുറത്ത് കയറിയിട്ട് അവിടെ ഇല്ലേ അത്. പിന്നെ ഇപ്പുറത്തേക്ക് നോക്കിയാൽ അതിലും മനോഹരം. അവിടെ നോക്കൂ, കാണാൻ പറ്റുമെന്നറിയില്ല, കാരണം ഇതിൽ സൂമില്ല. ഗോപ്രോയിലായതുകൊണ്ട് എനിക്ക് സൂം ചെയ്ത് കാണിക്കാൻ പറ്റില്ല. അവിടെ കാട്ടിൽ നിന്ന് വലിയൊരു വെള്ളച്ചാട്ടം അവിടെ നിന്ന് വരുന്നു, നല്ല ഹൈറ്റിൽ നിന്നൊരു വെള്ളച്ചാട്ടം. ഇതെന്താ ഇവിടെ ഫുള്ള് വെള്ളച്ചാട്ടമാണോ? ഇവിടെയൊക്കെ ഉണ്ടല്ലോ. ഇത് കണ്ടോ, ഇത് കണ്ടിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത്. പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോൾ അപ്പുറത്ത് അതിനേക്കാളും അടിപൊളി ഒരു വെള്ളച്ചാട്ടം. അങ്ങോട്ടൊക്കെ കുറേ പാറയെടുക്കുകൾ കാണുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് എന്തോ ഒരു ഇടവഴി പോലെ കാണുന്നുണ്ട്.
ഇനി അങ്ങോട്ടൊക്കെ കയറിയാൽ വേറെ എന്തൊക്കെ കാഴ്ചകളാണുള്ളതെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ അങ്ങോട്ടൊന്നും പോകണില്ല. കാരണം ഒറ്റയ്ക്ക് വന്ന് ഇതുകൊണ്ടാണ്. വേറെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വെള്ളച്ചാട്ടം ചാടുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, ഒന്നും പറയാനില്ല. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല. എന്നാലും ഞാൻ മാക്സിമം ഒച്ചത്തിൽ പറയുന്നുണ്ട്. കേട്ടോ, അടിപൊളി കാഴ്ച എന്ന് പറഞ്ഞാൽ അടിപൊളി, സൂപ്പർ കാഴ്ച. വാവ്, ഇത് കണ്ടോ, ഇതാണ് കാഴ്ച. എന്നാലും ചാടി കടന്നു. അത് കണ്ടോ, ഈ ഹോളുകൾ വരുന്നത് വെള്ളം വീണിട്ടുണ്ടാവുന്ന ഹോളുകളാണെന്ന് തോന്നുന്നുണ്ടല്ലോ. വെള്ളച്ചാട്ടം കണ്ടുപിടിക്കാൻ ഇരിക്കാനുള്ള സുഖം ഉണ്ടാവും. നല്ല വെയിലായിട്ടോ. അപ്പോൾ ഇനി നമുക്ക് തിരിച്ചു പോവാം. തിരിച്ചു പോകണതിന് മുന്നേ അവിടെ അങ്ങോട്ട് കുറച്ച് പോകാനുണ്ട്. അവിടെ നിന്ന് എന്തൊക്കെ കാഴ്ചകൾ കാണാനുള്ളത് നമുക്ക് നോക്കാം. എന്നിട്ട് അങ്ങോട്ട് തിരിച്ചു വിടാം. ഇത് കണ്ടോ, വളരെ സങ്കടത്തോടു കേട്ടോ പറയണത്. ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലം, ഇതിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് ഞാൻ അത്രയും ഇഷ്ടപ്പെട്ടു പോയി. അങ്ങനത്തെ ഒരു സ്ഥലം അവിടെ കാണിച്ചിട്ടുള്ളതുണ്ടോ. ബിയർ കുടിച്ചിട്ട് അതിൻ്റെ കുപ്പികളൊക്കെ തല്ലി പൊട്ടിച്ചിട്ടുണ്ട്. കുപ്പികൾ, പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, ബിയറൊക്കെ തല്ലി പൊട്ടിച്ച് കണ്ടോ, നിറച്ച് കുപ്പിച്ചില്ലൊക്കെ എടുക്കണത്. അറിയാണ്ട് അങ്ങനെ ചവിട്ടി കഴിഞ്ഞാൽ കാല് മുറിയും. അത് മാത്രമല്ല, ഇങ്ങനൊരു സ്ഥലത്തിന് ഇതുപോലെ കാഴ്ച. പിന്നെ എന്താണ്, ഇതൊക്കെയല്ലേ നമ്മുടെ മലയാളികളുടെ ഒരു ഉത്തരവാദിത്ത ബോധം എന്ന് പറയുന്നത്. വളരെ വിഷമമുണ്ട്, പറയണോണ്ടൊന്നും വിചാരിക്കരുത്. ഈ ഒരു വ്ളോഗ് ഈ ഒരു സ്ഥലത്തിൻ്റെ ബ്യൂട്ടി കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വ്ളോഗ് ചെയ്തത്. പക്ഷേ ഇതൊക്കെ പറയേണ്ടി വരുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്, മനസ്സിൽ ശരിക്കും വിഷമമുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യാണ്ടിരിക്കുക ആരായാലും. ഇങ്ങനെ ഇറങ്ങണം. ചെങ്കുത്തായിട്ടുള്ള ഇറക്കാണ്. ഈ ഇറക്കം ഇറങ്ങിയിട്ട് ഇത് കടന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ. കയറി എത്ര എളുപ്പമായിരിക്കും ഇറങ്ങുക എന്നുള്ളത് കണ്ടറിയണം. നമുക്ക് നോക്കാം. ചെറിയ ചെറിയ മീനുകളോട് നടക്കുന്നുണ്ട് കേട്ടോ. ഈ കല്ലേമുട്ടി എന്നൊക്കെ പറയണ, കുപ്പലാങ്കൊത്തി എന്നൊക്കെ പറയണ മീൻ. ഇവിടെ കുറച്ച് ആഴുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാം.
അപ്പുറത്ത് വേറെ കുറച്ച് കാഴ്ചകളുണ്ട്. കാഴ്ചകളെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ട വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, അതിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള വ്യൂ കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ അങ്ങോട്ട് പോവാം, എന്നിട്ട് നമുക്ക് തിരിച്ചു പോവാം. പിന്നെ അപ്പുറത്തെ വലിയ വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, അത് നമുക്ക് വേറെ ദിവസം കാണിക്കാം കേട്ടോ. കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞത്, ഇതിലേ ഒരു വഴി പോകുന്നുണ്ട്. കണ്ടോ, ഇതിലങ്ങോട്ടൊരു വഴി ഇങ്ങനെ പോകുന്നുണ്ട്, ഇതിൻ്റെ സൈഡിൽ കൂടെ. താഴെ നല്ല കുഴിയാണ് കേട്ടോ, അതിൻ്റെ സൈഡിൽ കൂടെ അങ്ങോട്ടൊരു വഴി പോകുന്നുണ്ട്. അതിൽ പോയാൽ അങ്ങോട്ട് എത്താൻ പറ്റും തോന്നുന്നു. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം കണ്ടോ നമ്മുടെ താഴെയാണ് കാണുന്നത്. നമുക്ക് എന്തായാലും അങ്ങോട്ട് നടക്കാം. ഇവിടെ നിന്നാണ് കേട്ടോ വെള്ളച്ചാട്ടം, ഈ പാറയുടെ അപ്പുറത്ത്. അങ്ങോട്ട് പോകാൻ പറ്റും. പിന്നെ അവിടെ കണ്ടോ, അവിടെ വേറൊരു വെള്ളച്ചാട്ടം. അത് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ അതൊരു കല്ല് കെട്ടിയിരിക്കുക, ഒരു കൽവേട്ട് പോലെ കെട്ടിയിരിക്കുകയാണ്. അതിൻ്റെ അപ്പുറത്തു നിന്നാണ് വെള്ളച്ചാട്ടം വരുന്നത്. അവിടെ നിന്ന് ഈ വെള്ളം ഒഴുകി വന്നിട്ടാണ് പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഈ പാറപ്പുറത്ത് നിന്ന് അങ്ങോട്ട് ചാടുന്നത്. അപ്പോൾ അതിനും മുകളിൽ വേറൊരു മലയുണ്ട്, ഒരു കുന്നുണ്ട്. ആ കുന്നിൻ്റെ അവിടെ നിന്നൊക്കെ ആയിരിക്കാം അവിടെ നിന്ന് ഈ വെള്ളം വരണമെന്ന് അറിയില്ല കേട്ടോ. അങ്ങോട്ട് കയറാം. കുറച്ച് റിസ്കി കയറ്റാണ്, എന്നാലും വേണ്ടില്ല, കുറച്ച് കാഴ്ചകൾ കാണാമല്ലോ. എത്തി. കശുമാവാണ്. അവിടെയാണ്, അവിടെ കണ്ടോ ആ പാറയുടെ അവിടെയാണ് നമ്മൾ നേരത്തെ പോയത്. ഇപ്പോൾ ഇതിലിങ്ങനെ കറങ്ങി വന്നിട്ട് ഇവിടെ എത്തി. ഇവിടെയൊക്കെ നല്ല പാറപ്പുറം, ഇവിടെയൊക്കെ വന്ന് ഇരിക്കാനൊക്കെ നല്ല രസമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേത് അവിടെയാണ്, അവിടെ ഒരു അണക്കെട്ട് പോലെ ഒരു സംഭവം കേട്ടോ. അതിൽ നിന്നാണ് ഈ വെള്ളം ചാടുന്നത്. അതിൻ്റെ അപ്പുറത്ത് എന്തോ ഒരു പുഴ പോലെ ഒരു സംഭവം ആണ്, അതെന്താണെന്ന് അറിയില്ല. പണിയാണ് കണ്ടിറങ്ങുന്നത്. ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറങ്ങുന്നേക്കാളും റിസ്ക് ആയിരിക്കും കയറുന്നത്. അപ്പോൾ ഇതിലിറങ്ങുന്നത് പണിയാണ്. നമുക്ക് അപ്പുറത്ത് കൂടെ ഇറങ്ങാൻ തോന്നുന്നു, വേറെ വഴിയുണ്ടെന്ന് തോന്നുന്നില്ല. ഫസ്റ്റ് നമ്മൾ വന്നപ്പോൾ കണ്ട വെള്ളച്ചാട്ടമാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട്
തൊട്ടടുത്തെത്തി. എന്ത് ബ്യൂട്ടിയാന്ന് നോക്കിയേ. ഒരു കുഴിയാണോ, അതിലും പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ട് വെച്ചിരിക്കുക. ഒരു ഭംഗിയുള്ള കാഴ്ച കാണിക്കാന്ന് വെച്ചാൽ അതിന് സമ്മതിക്കില്ല സാമൂഹ്യദ്രോഹികൾ. അപ്പോൾ ഈ ഒരു കാഴ്ചയും കൂടി കാണിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറയാൻ മറന്നു, ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് ഒരപ്പൻകെട്ട് വാട്ടർഫോൾസ് എന്നാണ്. ഒരപ്പൻകെട്ട് വെള്ളച്ചാട്ടം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പീച്ചി അടുത്താണ് ഇതുള്ളത്. അതായത് നമ്മുടെ NH ഹൈവേയിൽ പട്ടിക്കാട് നിന്ന് പീച്ചി റോഡിലേക്ക് ഇങ്ങ് തിരിഞ്ഞു വന്നിട്ട് വഴി ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഒരപ്പൻകെട്ട് വെള്ളച്ചാട്ടം കാണാൻ വരുന്നവർക്ക് കാണാൻ വരാം. എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഇവിടെ പ്രത്യേകിച്ച് ഒരാളെയും കണ്ടില്ല, ഒരു മനുഷ്യനെയും കണ്ടില്ല. പിന്നെ എന്താ വെച്ചാൽ വരുന്നവർ ഞാൻ കാണിച്ചല്ലോ, കുറേ പേരൊക്കെ ബിയർ കുപ്പികളൊക്കെ തല്ലി പൊട്ടിച്ചിട്ടിരിക്കുക, അതുപോലുള്ള കുറേ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക. സൗന്ദര്യം ആസ്വദിക്കുക, പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കുക, പോവുക. പിന്നെ റിസ്ക് എടുത്ത് കൂടുതൽ ആഴമുള്ള സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ഒരു എന്താ പറയുക, ഒരു ഉത്തരവാദിത്വത്തോടു കൂടി ഇതിനെ കാണുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ കാഴ്ചകളോട് അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത കാഴ്ചകളുമായിട്ട് വരും വീഡിയോകളിൽ കാണാം. അപ്പോൾ നിർത്തട്ടെ. മറക്കണ്ട, വ്ളോഗേട്ടൻ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ. അപ്പോൾ ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ആ ലൊക്കേഷൻ. ഇവിടെ നിന്നാണ് ആ വെള്ളം വരുന്നത് കേട്ടോ. അവിടെ നിന്ന് എവിടെ നിന്നോ വരുന്നൊരു കാട്ടരുവിയാണിത്. അതിവിടെ നമ്മളൊരു ചെറുതായിട്ട് ഒരു അണ കെട്ടി തടഞ്ഞിരിക്കുക. ഇങ്ങനെ അണ കെട്ടി തടഞ്ഞിട്ട് അവിടെ നിന്നാണ് ഈ വെള്ളം ചാടുന്നത്. കണ്ടോ, മൊബൈലിലൊന്നും റേഞ്ച് ഇല്ല കേട്ടോ അവിടെ. ഐഡിയക്ക് ചെറിയൊരു കട്ട റേഞ്ച് ഉണ്ട്. ജിയോ ഒട്ടും റേഞ്ചില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടി നിർത്തിയോടെ തന്നെ തിരിച്ചെത്തി. അപ്പോൾ ഇതാണ് പീച്ചി റോഡ്. നമ്മുടെ പട്ടിക്കാട് നിന്ന് പീച്ചിലേക്ക് പോകുന്ന റോഡാണ്. ആ റോഡിലൂടെ വരുമ്പോൾ ഈ ഒരു കനാൽ കാണാം. ആ കനാലിൻ്റെ സൈഡിൽ കൂട്ടുള്ള റോഡാണ് അങ്ങോട്ട് തിരിയേണ്ടത്. അതിൽ തിരിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് വിടാം.